LDF യോഗം തിരുവനന്തപുരത്ത് ചേരുന്നു. ബ്രൂവറിക്ക് അനുമതി നൽകിയ വിഷയമടക്കം യോഗത്തിൽ ചർച്ചയാകും. MN സ്മാരകത്തിലാണ് യോഗം നടക്കുന്നത്. എതിർപ്പിൽ ഉറച്ചു നൽകാൻ കഴിഞ്ഞ ദിവസം ചേർന്ന CPI എക്സിക്യൂട്ടീവിൽ തീരുമാനമായിരുന്നു. വിവരങ്ങൾ സൂര്യഗായത്രി നൽകും. സൂര്യ, യോഗം ഇപ്പോഴും തുടരുകയാണോ? അതേസമയം തന്നെ ഈ CPIയുടെ ഭാഗത്തു നിന്നുള്ള ബ്രൂവറിക്കെതിരെയുള്ള എതിർപ്പ് ഈ യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? ഹരിത, നിർണായകമായിട്ടുള്ള ഒരു LDF യോഗമാണ് ഇന്നിപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്നത്. അത് MN സ്മാരകത്തിലാണ് ചേരുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. CPIയുടെ ആവശ്യപ്രകാരമാണ് LDF യോഗം ഇത്തവണ MN സ്മാരകത്തിൽ ചേരുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനമെടുത്തത്. എന്തായാലും സർക്കാരിന്റെയും CPIM-ന്റെയും നിർണായകമായ ചില നയമാറ്റങ്ങളിൽ വലിയ രീതിയിലുള്ള വിയോജിപ്പുകൾ ഘടകകക്ഷികൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ വിഷയങ്ങളൊക്കെ തന്നെ LDF യോഗത്തിൽ ചർച്ചയാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ൊക്കെ തന്നെ അവരുടെ വിയോജിപ്പ് തുറന്നു പറയുമെന്നുള്ള കാര്യവും നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് RJD ആണ് ഇത്തരത്തിലൊരു LDF യോഗം ഉടനടി തന്നെ വിളിച്ചു ചേർക്കണമെന്നൊരു ആവശ്യം അത് രേഖാമൂലം നൽകുകയായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ബ്രൂവറി വിഷയം തന്നെയാണ്. പാലക്കാട് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിൽ വലിയ രീതിയിലുള്ള വിയോജിപ്പ് RJD തുടക്കം മുതൽ തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ ഉന്നയിക്കുന്നത് അത്തരത്തിൽ ആ പുതിയ മദ്യനയം എന്തുകൊണ്ട് LDF യോഗത്തിൽ ഇതുവരെയും ചർച്ചയ്ക്ക് എത്തിയില്ല, LDF യോഗത്തിൽ എന്തുകൊണ്ട് അത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം നൽകിയില്ല എന്നുള്ള ചോദ്യം RJD ഉയർത്തുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രൂവറി വിഷയത്തിലുള്ള വിയോജിപ്പും RJD ഉയർത്തുന്നുണ്ട്. LDF യോഗം ചേരുന്ന സമയത്ത് അതിലൂടെ അറിയിക്കുമെന്നുള്ളതാണ് RJD അറിയിച്ചിട്ടുണ്ടായിരുന്നത്. CPIM-ഉം ഈ വിഷയത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. CPI പ്രത്യക്ഷമായിട്ട് ഈ മദ്യനിർമ്മാണശാലയ്ക്ക് എതിരെയുള്ള ഒരു വിമർശനം ഉയർത്തുന്നില്ല എങ്കിൽ കൂടിയും വലിയ രീതിയിലുള്ള വിയോജിപ്പ് കഴിഞ്ഞ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ വിഷയം മുന്നിൽ വെക്കുന്നില്ല അല്ലെങ്കിൽ എതിർപ്പ് തുറന്നു പറയുന്നില്ല എന്നുള്ള വിമർശനം കഴിഞ്ഞ CPIയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രൂവറി വിഷയത്തിൽ CPIയും എതിർപ്പ് തുടരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. LDF യോഗത്തിൽ ആ എതിർപ്പ് അറിയിക്കുകയും ചെയ്തു. കൂടാതെ മറ്റ് ഘടകകക്ഷികൾ അത് JDS ഉൾപ്പെടെയുള്ളവർ മദ്യനിർമ്മാണശാലയിൽ എടുത്തിരുന്ന നിലപാട് എന്താണെന്ന് അറിയാനുള്ളതാണ്. മറ്റൊന്ന് NCP ഒരു പക്ഷേ ഈ സംസ്ഥാന സർക്കാർ അതുപോലെ തന്നെ CPIM എടുക്കുന്ന നിലപാടിനോട് യോജിച്ച് നിൽക്കുന്നതിനുള്ള ഒരു തീരുമാനമായിരിക്കും കൈക്കൊള്ളുക എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കാരണം NCP പാർട്ടിക്ക് അകത്ത് ചില തർക്കങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നു. അത് മുന്നിൽ തന്നെ ആകെ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഇപ്പോൾ ഈ വിയോജിപ്പ് കൂടി തുറന്നു പറഞ്ഞ് അത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ള ഒരു തീരുമാനം NCP എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് സ്വകാര്യ സർവകലാശാലകൾക്ക് നൽകിയിട്ടുള്ള അനുമതി. സ്വകാര്യ സർവകലാശാല ബില്ലുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അതിനും CPI തന്നെ ഒരു എതിർപ്പ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൃഷിവകുപ്പ് മന്ത്രി പ്രസാദാണ് ഒരു എതിർപ്പ് സ്വകാര്യ സർവകലാശാല ബില്ലിന്റെ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ബില്ല് പാസ്സായി 3-ാം തീയതി ആ ബില്ല് നിയമസഭയിൽ വരികയാണ്, ചർച്ചയ്ക്ക് വരികയാണ്. അതിനു മുന്നേ തന്നെ സ്വകാര്യ സർവകലാശാല ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ചില അനിശ്ചിതത്വങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ചില സംശയങ്ങൾ അത് ദൂരീകരിക്കേണ്ടതായിട്ടുണ്ട്. ആ വിഷയം ഇപ്പോൾ LDF യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ്. മറ്റൊന്ന് ഈ കൃഷി റോഡുകൾക്കിന്റെ ടോൾ തിരിക്കാനുള്ള ഒരു നടപടി അത് സംബന്ധിച്ചും ചില സംശയങ്ങൾ മുന്നോട്ട് അകത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ വിഷയം കൂടി LDF യോഗത്തിൽ ചർച്ചയാകും. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് LDF യോഗത്തിൽ അത്തരത്തിലുള്ള വലിയ വിയോജിപ്പുകളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒന്നും തരത്തിലുള്ള എതിർപ്പുകൾ നടത്തിയിരുന്നില്ല. പക്ഷേ ഇന്നത്തെ പല വിവാദ സാഹചര്യങ്ങളിലും വിവാദ വിഷയങ്ങളിലും ഈ മുന്നണിക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ CPIM എടുത്തതാണ് പ്രധാന തീരുമാനം. അതാണ് നിലപാട് എന്നുള്ളതാണ് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതനുസരിച്ച് ശരി സൂര്യ, LDF യോഗം പുരോഗമിക്കുകയാണ്. വിവരങ്ങളാണ് സൂര്യ നൽകിയത്.